Good morning. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ ജോമെട്രിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ് ആക്സിസ് പഠിച്ചിട്ടുണ്ട്. അതിന് പകരം ഈ എക്സ് ആക്സിസിനെ ഇവിടെ നമ്മൾ വിളിക്കും റിയൽ ആക്സിസ് എന്ന് വിളിക്കും. വൈ ആക്സിസിനെ നമ്മൾ വിളിക്കും ഇമാജിനറി ആക്സിസ്. ബാക്കി സെറ്റപ്പ് ഒക്കെ പഴയതുപോലെ തന്നെ റെക്ടാങ്കുലർ ആക്സിസ് ആയിട്ട് പേര് മാത്രം മാറി. അതുപോലെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് പ്ലെയിൻ എന്നുള്ളതിന് പകരം ഇതിനെ പറയുന്ന പേര് ആർഗൺ പ്ലെയിൻ എന്നാണ്. ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ എക്സ് വൈ. ഇവിടെ എക്സ് ഡിസ്റ്റൻസിൽ ഇവിടെ ഇത്രയും എക്സ് ഡിസ്റ്റൻസും ഇത് വൈ ഡിസ്റ്റൻസും ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സാധാരണ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ പോയിന്റ് ആയിരിക്കും എക്സ് വൈ എന്ന് പറയുന്നത്. ഇങ്ങനെ എക്സ് വൈ എന്നുള്ള പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിന് ഇതിലേക്ക് വരയ്ക്കുന്ന ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ വെക്റ്റർ, ഇതാണ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഈ രീതിയിൽ നമുക്ക് ഏത് കോംപ്ലക്സ് നമ്പേഴ്സിന് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഏത് കോംപ്ലക്സ് നമ്പറും കറസ്പോണ്ട്സ് ടു ഒരു യുണീക്ക് പോയിന്റ് ഇവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് കോംപ്ലക്സ് നമ്പറും ഉണ്ടാവും. എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേഡ് പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പറാണ് എക്സ് പ്ലസ് ഐ വൈ. അതുപോലെ തന്നെ ഒറിജിൻ ഓ റെപ്രസെന്റ് ദി കോംപ്ലക്സ് നമ്പർ സെഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി രണ്ട് വെക്ടേഴ്സിന്റെ സം എങ്ങനെ കാണാൻ നോക്കാം. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സമ്മ് z1 is equal to x1 plus iy1, z2 is equal to x2 plus iy2. നിങ്ങൾക്ക് ഇത് ഓൾജിബ്രിക്കലി സം ചെയ്യാൻ അറിയാം. z1 plus z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഇതാണ് z1 plus z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഇതിന് ജോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ z1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക, z2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണെങ്കിൽ z1 പ്ലസ് z2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് z1 ഉം z2 ഉം അഡ്ജസൻ്റ് ആയി വരുന്ന ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു പാരലലോഗ്രാം, ഇത് വരച്ച് ശരിയായിട്ടില്ല, ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയഗണൽ ഇതാണ് z1 പ്ലസ് z2 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ z1 z2, ആ z1 ഉം z2 ഉം അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന പാരലലോഗ്രത്തിൻ്റെ ഡയഗണലാണ് z1 പ്ലസ് z2 എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് z1 മൈനസ് z2 കാണാം. z1 മൈനസ് z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ z1 x1 പ്ലസ് iy1 ഉം z2 x2 പ്ലസ് iy2 എടുക്കുന്നു. എന്നിട്ട് z1 മൈനസ് z2 കൺസിഡർ ചെയ്യുന്നു. z1 മൈനസ് z2 കിട്ടാൻ വേണ്ടിയിട്ട് x1 നിന്ന് x2 മൈനസ് ചെയ്യുക, i ഇൻറ്റു പ്ലസ് i ഇൻറ്റു y1 മൈനസ് y2. ഇതാണ് z1 മൈനസ് z2. ഇത് ഈ ഫിഗറിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ z1, ഇത് z2. ഈ z2 നമുക്ക് വേണ്ടത് z1 മൈനസ് z2 ആണ്. z1 മൈനസ് z2ന് z1 പ്ലസ് മൈനസ് z2 എന്ന് എഴുതാം. അതായത് ഈ കോംപ്ലക്സ് നമ്പറിന്റെ നെഗറ്റീവ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ വെക്ടറുടെ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഇതാണ് z2 എങ്കിൽ ഇതിന്റെ മൈനസ് z2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഇൻവേഴ്സ്, നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതി. ഇതാണ് മൈനസ് z2. ഇപ്പം ഇത് z1 ഉം ഇത് മൈനസ് z2 ആയി. ഇനി ഇതിനെ ആഡ് ചെയ്താൽ ഇത് രണ്ടും കൂടി അഡ്ജസൻറ്റ് സൈഡായി വരുന്ന പാരലലോഗ്രത്തിന്റെ ഇതിങ്ങനെ വരും. പാരലലോഗ്രത്തിന്റെ ഡയഗണലായിരിക്കും. ഇത് z1 z2 ഈ ഒരു വെക്ടറാണ്
Z1 മൈനസ് Z2 എന്ന് പറയുന്നത്. സോ ഈ രീതിയിലാണ് അഡീഷനും സബ്ട്രാക്ഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കോംപ്ലക്സ് നമ്പർ എന്നാൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്താണെന്ന് നോക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ സേ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ തന്നാൽ ഇതിൻ്റെ കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുക സെറ്റിൻ്റെ മുകളിലൊരു ലൈൻ വരയ്ക്കും, സെറ്റ് ബാർ, സെറ്റ് കോൺജുഗേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് എക്സ് ഇമാജിനറി പാർട്ട് വൈ ആണ്, ഇവിടെ പ്ലസ് വൈ എന്നാണ്, അത് മൈനസ് വൈ എന്നാവും. മൈനസ് ആയിരുന്നെങ്കിൽ പ്ലസ് ആകും. അതായത് ജസ്റ്റ് സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കോംപ്ലക്സ് നമ്പറിനെയാണ് അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഈസ് ഈക്വൽ ടു 2 + 3i. സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 - 3i. ഇനി സെറ്റ് ഈസ് ഈക്വൽ ടു -4 - 3i ആണെങ്കിൽ സെറ്റ് കോൺജുഗേറ്റ് ഈക്വൽ ടു -4, ഇവിടുത്തെ 3ൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, -3 എന്നുള്ളത് +3i ആവും. ഈ രീതിയിലാണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് Z1 + Z1 കോൺജുഗേറ്റ് ബൈ 2 is equal to റിയൽ Z1. ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. Z1ന് ഞാൻ x1 + iy1 ഈ കോംപ്ലക്സ് നമ്പർ എടുത്തു. അങ്ങനെയാണെങ്കിൽ Z1 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 - iy1 ഡിവൈഡഡ് ബൈ 2. iy1ഉം -iy1ഉം ക്യാൻസലായി. x1 + x1 എന്ന് പറഞ്ഞാൽ 2x1 ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു x1. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Z1ൻ്റെ റിയൽ പാർട്ടാണ്, സോ വിച്ച് ഈസ് ഈക്വൽ ടു റിയൽ Z1. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത പ്രോപ്പർട്ടി Z1 കോൺജുഗേറ്റ് is equal to Z1. Z1ൻ്റെ കോൺജുഗേറ്റ് എടുത്ത് 2 പ്രാവശ്യം കോൺജുഗേറ്റ് എടുത്താൽ Z1 തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം Z1 കോൺജുഗേറ്റ് എഴുതി നോക്കുകയാണ്. Z1 എന്ന് പറയുന്നത് x1 + iy1 ആണെങ്കിൽ Z1 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ x1 - iy1 അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പം ഇവിടുത്തെ സൈൻ മാറ്റുക എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് ആകും. അപ്പോൾ x1 + iy1 വിച്ച് ഈസ് ഈക്വൽ ടു Z1. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി വരുന്നത് Z1 + Z2 കോൺജുഗേറ്റ് is equal to Z1 കോൺജുഗേറ്റ് + Z2 കോൺജുഗേറ്റ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ Z1 + Z2 എഴുതുക. Z1 + Z2 എന്ന് പറഞ്ഞാൽ x1 + x2 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, പ്ലസ് i × y1 + y2. ഇതിൻ്റെ കോൺജുഗേറ്റ് Z1 + Z2ൻ്റെ കോൺജുഗേറ്റ്. ഇതിൻ്റെ കോൺജുഗേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇമാജിനറി പാർട്ടിൻ്റെ അവിടുത്തെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ ദിസ് ഈസ് x1 + x2 മൈനസ് i × y1 + y2. ദിസ് ഈസ് ഈക്വൽ ടു x1 + x2 മൈനസ് iy1 മൈനസ് iy2. ഇനി ഞാൻ ഇതും കൂടി ക്ലബ് ചെയ്യുന്നു. x1 - iy1 പ്ലസ് x2 മൈനസ് iy2. x1 - iy1 എന്ന് പറഞ്ഞാൽ നമ്മുടെ Z1ൻ്റെ കോൺജുഗേറ്റ് ആണ്. പ്ലസ് x2 - iy2 എന്ന് പറഞ്ഞാൽ Z2ൻ്റെ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു Z1 + Z2 കോൺജുഗേറ്റ് ഈക്വൽ ടു Z1 കോൺജുഗേറ്റ് + Z2 കോൺജുഗേറ്റ്. അടുത്ത പ്രോപ്പർട്ടി Z1 - Z2 കോൺജുഗേറ്റ് ഈക്വൽ ടു Z1 കോൺജുഗേറ്റ് - Z2 കോൺജുഗേറ്റ്. ഇവിടെ ഞാൻ Z1 - Z2 കോൺജുഗേറ്റ് എടുക്കുന്നു. Z1 - Z2 എന്ന് പറഞ്ഞാൽ x1 - x2 പ്ലസ് i × y1 - y2 ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പം ഇവിടുത്തെ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ അവിടുത്തെ സൈൻ മാറുക, പ്ലസ് എന്നുള്ളത് മൈനസ് ആകും. സോ x1 - x2 മൈനസ് i × y1 - y2. This is equal to x1 - x2 minus iy1 minus plus iy2. That is equal to ഇതും
ഇതും കൂടി ക്ലബ് ചെയ്യുക. അപ്പോൾ x1 മൈനസ് ഐ വൈ വൺ മൈനസ് x2 പ്ലസ് ഐ വൈ ടു മൈനസ് x2 പ്ലസ് ഐ വൈ ടു ദിസ് ഇസ് ഈക്വൽ ടു x1 മൈനസ് ഐ വൈ വൺ. ഇവിടുന്ന് മൈനസ് പുറത്തെടുക്കുക. മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ ഇത് x2 മൈനസ് ഐ വൈ ടു എന്നാവും. ദിസ് ഈസ് z1 മൈനസ് ദിസ് ഇസ് z1 കോൺജുഗേറ്റ് മൈനസ് ദിസ് ഇസ് z2 കോൺജുഗേറ്റ്. സോ നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തു. z1 മൈനസ് z2 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് മൈനസ് z2 കോൺജുഗേറ്റ്. ഓക്കെ, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ്റെ ആണ്. z1 z2 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് z2 കോൺജുഗേറ്റ്. അപ്പം ആദ്യം തന്നെ z1 z2 കോൺജുഗേറ്റ് എടുക്കുന്നു. ദിസ് ഈസ് x1 പ്ലസ് ഐ വൈ വൺ ഇൻറ്റു x2 പ്ലസ് ഐ വൈ ടു ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കോൺജുഗേറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു ആദ്യം പ്രോഡക്റ്റ് കാണുക. x1 x2 ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് വൺ സോ മൈനസ് വൈ വൺ വൈ ടു പ്ലസ് ഐ ഇൻറ്റു x2 y1 x2 y1 പ്ലസ് x1 y2 ഇതിൻ്റെ കോൺജുഗേറ്റ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്ക് പകരം മൈനസ് ഐ ആവും. x1 x2 മൈനസ് y1 y2 മൈനസ് ഐ ഇൻറ്റു x2 y1 പ്ലസ് x1 y2. ഇനി ഇതിൽ നിന്ന് z1 കോൺജുഗേറ്റ് z2 കോൺജുഗേറ്റ് ഡിറൈവ് ചെയ്യുന്നതിനേക്കാൾ ഇതിലേക്ക് എത്തിക്കുന്നതിനേക്കാളും ഈസി റൈറ്റ് ഹാൻഡ് ഇതിപ്പം LHS ആണ് കിട്ടിയത്. ഇനി RHS എടുത്തിട്ട് ഇതിലേക്ക് എത്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അതായത് z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 കോൺജുഗേറ്റ്. z1 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ x1 മൈനസ് ഐ വൈ വൺ ഇൻറ്റു x2 മൈനസ് ഐ വൈ ടു മൾട്ടിപ്ലൈ ചെയ്താൽ x1 x2 മൈനസ് മൈനസ് പ്ലസ് ഐ സ്ക്വയർ മൈനസ് വൺ സോ മൈനസ് വൈ വൺ വൈ ടു പ്ലസ് ഐ ഇൻറ്റു അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി x1 ഇൻറ്റു ഐ വൈ ടു എന്ന് പറഞ്ഞാൽ x1 ഇൻറ്റു മൈനസ് ഐ വൈ ടു എന്ന് പറഞ്ഞാൽ മൈനസ് ഐ x1 വൈ ടു ഇത് ചെയ്താൽ മൈനസ് x2 I y1. This is equal to x1 x2 minus y1 y2 minus I x1 y2 plus x2 y1. അത് തന്നെയാണ് ഈ LHS. സോ LHS ഈക്വൽ ടു RHS. സോ നമ്മൾ പ്രൂവ് ചെയ്തു z1 z2 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 കോൺജുഗേറ്റ്. അടുത്തത് z1 by z2 whole conjugate equal to z1 conjugate by z2 conjugate. So ഇവിടെ ആദ്യം തന്നെ z1 by z2 conjugate കാണണം. That is x1 plus I y1 by x2 plus I y2 ഇതിൻ്റെ ഹോൾ കോൺജുഗേറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു x1 ഇത് നമ്മൾ നേരത്തെ ഡിവിഷൻ്റെ ഇത് പറഞ്ഞിരുന്നു. എക്സിസ്റ്റൻസ് ഓഫ് അല്ലെങ്കിൽ വേണ്ട, ഇത് നമുക്ക് കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം താഴെയുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് ഈ താഴത്തെ കോംപ്ലക്സ് നമ്പർ x2 പ്ലസ് ഐ വൈ ടു ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x2 മൈനസ് ഐ വൈ ടു വരും. സോ അതുകൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. x2 പ്ലസ് ഐ വൈ ടു ഇൻറ്റു x2 മൈനസ് ഐ വൈ ടു ഇതിൻ്റെ ഹോൾ കോൺജുഗേറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ x1 x2 I square minus 1 minus minus plus y1 y2 plus I into x2 y1 plus I into minus
മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മളത് നെക്സ്റ്റ് പറയാൻ പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പം പറയാം. സെറ്റും അതിൻ്റെ കോഞ്ചുഗേറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരികയെന്ന് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. ഇത് ഒരു നല്ല റിസൾട്ടാണ്. ഇവിടെ എക്സ് ഇൻറ്റു എക്സ് വരും എക്സ് സ്ക്വയർ. ഇവിടെ ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 മൈനസും മൈനസും പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് വൈ മൈനസ് എക്സ് വൈ. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. സോ ഇതാണ് സെറ്റ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് റിയൽ പാർട്ട് ഓഫ് സെറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റിൻ്റെ സ്ക്വയർ. ഇതിനെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പഠിക്കും. ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് സെഡ്, മോഡ്ലെസ് ഓഫ് സെഡ്. അതായത് മോഡ്ലെസ് ഓഫ് സെഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇതിന് ശേഷം പഠിക്കും. അപ്പം ഇവിടെ നമുക്ക് ഈ താഴെയുള്ളത് ചെയ്യുന്ന സമയത്ത് റിയൽ പാർട്ട് ഓഫ് ഇത് ഈ കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുക ഇങ്ങനെയാണ്: റിയൽ പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ വരുന്നത് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് വരും. ഇനി ഇതൊന്ന് ദിസ് ഈസ് ഈക്വൽ ടു x1 x2. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് വേണം. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. പ്ലസ് ഐ എന്നുള്ളത് മൈനസ് ഐ ആവും. മൈനസ് ഐ x2 y1 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇനി വേറെ വേറെ ആക്കിയിട്ട് എടുത്തിട്ട് എന്ത് വരും നോക്കാം. ഇനി Z1 കോഞ്ചുഗേറ്റ് ബൈ Z2 കോഞ്ചുഗേറ്റ്, Z1 കോഞ്ചുഗേറ്റ് ബൈ Z2 കോഞ്ചുഗേറ്റ്. കാരണം അവിടെയും ഇതുപോലെ തന്നെ താഴെ വരുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. Z1 കോഞ്ചുഗേറ്റ് ബൈ Z2 കോഞ്ചുഗേറ്റ്. Z1 കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ x1 മൈനസ് ഐ y1 ആണ്. Z2 കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് ഐ y2 ആണ്. അപ്പം താഴത്തെ കോംപ്ലക്സ് നമ്പർ x2 മൈനസ് ഐ y2ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ x2 പ്ലസ് ഐ y2 ആണ് ഡിവൈഡഡ് ബൈ x2 പ്ലസ് ഐ y2. ഇത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x1 x2 മൈനസും ഐ സ്ക്വയർ മൈനസ് പ്ലസ് 1 പ്ലസ് y1 y2. താഴെ ഇതുപോലെ തന്നെ ഇതിൻ്റെ റിയൽ x2 സ്ക്വയർ പ്ലസ് ഇമാജിനറി ദാറ്റ് ഈസ് y2 സ്ക്വയർ. പിന്നെ മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ ഐ ഇൻറ്റു y1 x2 ഇവിടെ വരുമ്പം മൈനസ് പുറത്തെടുക്കുമ്പം മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇതും സെയിം ആണ്. അതുകൊണ്ട് Z1 ബൈ Z2 കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു Z1 കോഞ്ചുഗേറ്റ് ബൈ Z2 കോഞ്ചുഗേറ്റ് എന്ന് കിട്ടും. ഇനി ഏത് കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെയുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡ്ലെസ് ഓഫ് സെഡ്. ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഈ സെഡ് ഈസ് ഈക്വൽ ടു -2 -3i ആണെങ്കിൽ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ
whole square plus minus 3 square, that is 4 plus 9, that is root 30. ഇങ്ങനെ വരിക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിധത്തിൽ mod z square is equal to x square plus y square. നേരത്തെ നമ്മൾ കണ്ടു x square plus y square എന്തായിരുന്നു, x plus iy into x minus iy മൾട്ടിപ്ലൈ ചെയ്താൽ x square plus y square കിട്ടും. This is equal to z into z conjugate. So z conjugate is equal to mod z square എന്ന് കിട്ടും. So mod z is equal to positive square root of z conjugate. ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ മോഡ് സെറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, നമ്മൾ ഈ ആർഗൺ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ ഇത് സെഡ് ആണെങ്കിൽ മോഡ് സെറ്റിന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ദി പോയിന്റ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ, ഇതാണ് മോഡ് സെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് z1 മൈനസ് z2, ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, മോഡുലസ് ഓഫ് x1 മൈനസ് x2, z1 മൈനസ് z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x1 മൈനസ് x2 പ്ലസ് i ഇൻറ്റു y1 മൈനസ് y2 ആണ്. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x1 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദി ഹോൾ സ്ക്വയർ ആണ്. ഇത് നമ്മളെ R2യിലുള്ള രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് ഇവിടെ സീറോയും സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡ് സെറ്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറയും ഇപ്പം -2 ലെസ് ദാൻ 3, ഒരു എക്സും വൈയും രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഐദർ എക്സ് ലെസ് ദാൻ വൈ ഓർ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഓർ എക്സ് ഈക്വൽ ടു വൈ, ഈ മൂന്ന് ഇതിൽ ഏതെങ്കിലും ഒന്നാകും. ഇങ്ങനെ ഒരു ലീനിയർ ഓർഡർ നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്താൽ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ് നെക്സ്റ്റ് ചോദ്യം. ഇങ്ങനെ പറയാൻ പറ്റില്ല. കോംപ്ലക്സ് നമ്പേഴ്സിൽ ഇങ്ങനൊരു ലീനിയർ ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് സെഡ് ഇതിൽ പറയാൻ പറ്റും. അതായത് മോഡ് z1 ഗ്രേറ്റർ ദാൻ മോഡ് z2 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മോഡ് z1 കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z2വിനേക്കാളും ഒറിജിന് ഉള്ള ഡിസ്റ്റൻസ് z1നാണ് കൂടുതൽ എന്നാണ്. ഇത് z2 ആണെങ്കിൽ ഒറിജിന് ഉള്ള ഡിസ്റ്റൻസ്, ഒറിജിന് കൂടുതൽ ദൂരത്തിൽ കിടക്കുന്നത് z1 ആണെന്നാണ് ഇങ്ങനെ എഴുതിയാലുള്ള മീനിങ്. അപ്പം ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്, ഇങ്ങനൊരു ലീനിയർ ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെഡിൻ്റെ കേസിലാണെന്ന് മാത്രം. ഇവിടെ ഇങ്ങനൊരു ലീനിയർ ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പ്രൊവൈഡഡ് ഇത് രണ്ടും റിയൽ നമ്പേഴ്സ് ആവാതിരിക്കുക. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഓരോ കോംപ്ലക്സ് നമ്പർ സെറ്റ് എടുത്താൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 റിയൽ നമ്പേഴ്സ് പറയാൻ പറ്റും. അതിലൊന്നാണ് റിയൽ സെറ്റ്, രണ്ടാമത്തത് ഇമാജിനറി സെറ്റ്, മൂന്നാമത്തെ മോഡ് സെറ്റ്. ഇതൊക്കെ ഒരു കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാവുന്ന റിയൽ നമ്പേഴ്സ് ആണ്. ഈ റിയൽ നമ്പേഴ്സുകൾ തമ്മിൽ ഉള്ള റിലേഷനാണ് നമ്മൾ നേരത്തെ കണ്ട മോഡ് സെറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റിയൽ സെറ്റ് സ്ക്വയർ പ്ലസ് ഇമാജിനറി സെറ്റ് സ്ക്വയർ. അതുപോലെ തന്നെയുള്ള വേറൊരു റിലേഷനാണ് മോഡ് സെറ്റിനേക്കാളും ചെറുതായിരിക്കും മോഡ് റിയൽ സെറ്റ്, അതിനേക്കാളും ചെറുതായിരിക്കും റിയൽ സെറ്റ്. അതുപോലെ തന്നെ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റിനേക്കാളും ചെറുതാണ് മോഡ് ഇമാജിനറി സെറ്റ്, അതിനേക്കാളും ചെറുതായിരിക്കും ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. ഇനി നമുക്ക് മോഡുലസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യണം. ഒരു പ്രോപ്പർട്ടി ഇതാണ്, z1 കോഞ്ചുഗേറ്റിൻ്റെ മോഡുലസും z1 ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റിൻ്റെ മോഡുലസും ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റും സെയിം ആണ്.
ഇത് പ്രൂവ് ചെയ്യാം. മോഡ് Z1 കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ മോഡ് Z1 x1 പ്ലസ് ഐ y1 ആണെങ്കിൽ Z1 കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ x1 മൈനസ് ഐ y1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് ഐ ഇൻറ്റു മൈനസ് y1. സോ ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു root of x1 square plus y1 square which is equal to mod z1. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു മോഡ് z1 കോഞ്ചുഗേറ്റും മോഡ് z1ഉം ഈക്വൽ ആയിരിക്കും. അടുത്തത് മോഡ് z1 z2 ഈക്വൽ ടു മോഡ് z1 ഇൻറ്റു മോഡ് z2. ഇവിടെ LHS എടുക്കുക. മോഡ് z1 z2 x1 x2 minus y1 y2 plus I into x1 y2 plus x2 y1. ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x1 x2 minus y1 y2 the whole square plus x1 y2 plus x2 y1 the whole square. This is equal to root of x1 square x2 square plus minus 2 x1 x2 y1 y2 plus y1 square y2 square plus x1 square y2 square plus 2 x1 x2 y1 y2 plus x2 square y1 square. ഇതിൻ്റെ റൂട്ട് ഇവിടെ ഇതും ക്യാൻസലായി, ബാക്കിയുള്ളത് വരും. ഇനി ജസ്റ്റ് മോഡ് z1 മോഡ് z2 എടുത്ത് നോക്കാം. മോഡ് z1 മോഡ് z2 എന്ന് പറഞ്ഞാൽ മോഡ് z1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ആണ് ഇൻറ്റു റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇത് റൂട്ടിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. x1 സ്ക്വയർ x2 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ x2 സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ y2 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ y2 സ്ക്വയർ. ഇതും ഈക്വൽ ആണ്. സോ മോഡ് z1 z2 is equal to മോഡ് z1 മോഡ് z2. ഇത്രയാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കോഞ്ചുഗേറ്റിൻ്റെയും മോഡുലസിൻ്റെയും പ്രോപ്പർട്ടീസ്. ഓക്കെ.